ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം NDA മന്ത്രിസഭയിലെ കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകൾ പ്രഖ്യാപിച്ചു. രാജ്യരക്ഷാ മന്ത്രിയായി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രിയായി അമിത്ഷായും തുടരും. കേന്ദ്രമന്ത്രിസഭയിൽ വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായി അശ്വിനി വൈഷ്ണവും സഹമന്ത്രിയായി എൽ മുരുകനും. പ്രധാൻമന്ത്രി ആവാസ് യോജനയിലൂടെ രാജ്യത്തെ 3 കോടി ഭവനങ്ങൾക്ക് നിർമ്മാണ സഹായം നൽകാൻ മൂന്നാം NDA സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. ജൂൺ മാസത്തെ നികുതി ഇനത്തിൽ സംസ്ഥാനങ്ങൾക്ക് അധിക ഗഡുവായി 1,39,750 കോടി രൂപയുടെ കേന്ദ്ര സഹായം. കേരളത്തിന് 2,690 കോടി രൂപ. ഗസയിൽ സമ്പൂർണ്ണ വെടിനിർത്തലിനുള്ള പ്രമേയത്തിന് UN രക്ഷാസമിതിയുടെ അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ശക്തമായ കാറ്റിനും വ്യാപക മഴയ്ക്കും സാധ്യത. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകൾ പ്രഖ്യാപിച്ചു. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിർമ്മല സീതാരാമൻ, S ജയശങ്കർ, നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയവരുടെ വകുപ്പുകൾ നിലനിർത്തി. അശ്വിനി വൈഷ്ണവിന് വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പും ഇലക്ട്രോണിക് ആൻഡ് IT വകുപ്പിന്റെ ചുമതലയും നൽകി. റെയിൽവേ മന്ത്രാലയത്തിന്റെ ചുമതലയും അദ്ദേഹം നിലനിർത്തി. വിശദാംശങ്ങളിലേക്ക്. രാജ്നാഥ് സിംഗ് രാജ്യരക്ഷാ മന്ത്രിയായി തുടരും. അമിത്ഷായെ ആഭ്യന്തരമന്ത്രിയായും സഹകരണ മന്ത്രിയായും നിലനിർത്തി. നിർമ്മല സീതാരാമൻ ധനമന്ത്രിയായും S ജയശങ്കർ വിദേശകാര്യമന്ത്രിയായും നിതിൻ ഗഡ്കരി ഗതാഗത മന്ത്രിയായും തുടരും. പീയൂഷ് ഗോയൽ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ ചുമതല നിലനിർത്തി. ധർമ്മേന്ദ്ര പ്രധാനിന് വീണ്ടും വിദ്യാഭ്യാസ മന്ത്രിയായി നിയോഗിച്ചു. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ആരോഗ്യ രാസവള മന്ത്രിയാകും. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനെ കൃഷി ഗ്രാമവികസന മന്ത്രിയാക്കി. ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിന് ഭവന നഗരകാര്യ വൈദ്യുതി മന്ത്രാലയങ്ങളുടെ ചുമതല നൽകി. കിരൺ റിജിജുവിന് പാർലമെന്ററി കാര്യമന്ത്രി സ്ഥാനവും അന്നപൂർണ ദേവിക്ക് വനിതാ ശിശു വികസന വകുപ്പും കൈമാറി. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിന് സാംസ്കാരിക വകുപ്പിന്റെയും വിനോദസഞ്ചാര വകുപ്പിന്റെയും ചുമതല നൽകി. LJP നേതാവ് ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രിയാകും. ജ്യോതിരാദിത്യ സിന്ധ്യ കമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് മന്ത്രിയാകും. JDS നേതാവ് SD കുമാരസ്വാമിക്ക് ഖനവ്യവസായ മന്ത്രാലയത്തിന്റെയും സ്റ്റീൽ മന്ത്രാലയത്തിന്റെയും ചുമതല നൽകി. ബീഹാർ മുൻ മുഖ്യമന്ത്രി ജിതൻ റാം മാഞ്ചിയെ MSME മന്ത്രിയാക്കി. സർബാനന്ദ സോനോവാൾ തുറമുഖം, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയം എന്നിവയും JDUവിന്റെ രാജീവ് രഞ്ജൻ സിംഗ് പഞ്ചായത്തി രാജ് വകുപ്പും പ്രഹ്ലാദ് ജോഷി ഉപഭോക്തൃകാര്യ വകുപ്പും കൈകാര്യം ചെയ്യും. ഗിരിരാജ് സിംഗിന് ടെക്സ്റ്റൈൽ മന്ത്രിയുടെ ചുമതല നൽകി. ഭൂപേന്ദ്ര യാദവിന് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ചുമതലയാണുള്ളത്. ഹർദീപ് സിംഗ് പുരി പെട്രോളിയം മന്ത്രിയായും മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ കായിക മന്ത്രിയായും പ്രവർത്തിക്കും. അർജുൻ റാം മേഘ്വാളിന് സ്വതന്ത്ര ചുമതലയുള്ള നിയമ മന്ത്രാലയത്തിന്റെ ചുമതല നൽകി. G കിഷൻ റെഡ്ഡി കൽക്കരി മന്ത്രാലയത്തിന്റെ ചുമതല വഹിക്കും. സിവിൽ ഏവിയേഷൻ വകുപ്പ് TDP നേതാവ് റാം മോഹൻ നായിഡുവിന് കൈമാറി. വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രിയായി തുടരുന്ന എൽ മുരുകന് പാർലമെന്ററി കാര്യ സഹമന്ത്രി സ്ഥാനവും നൽകി. സുരേഷ് ഗോപിക്ക് പെട്രോളിയം ടൂറിസം വകുപ്പിന്റെ സഹമന്ത്രി ചുമതലയും നൽകിയിട്ടുണ്ട്. ന്യൂനപക്ഷ ക്ഷേമം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം തുടങ്ങിയ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് ജോർജ് കുര്യൻ. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പ്രധാൻമന്ത്രി ആവാസ് യോജനയിലൂടെ രാജ്യത്തെ 3 കോടി ഭവനങ്ങൾക്ക് നിർമ്മാണ സഹായം നൽകാൻ കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഭവനങ്ങൾ നിർമ്മിക്കുന്നതിനാണ് സഹായം നൽകുന്നത്. മൂന്നാം NDA സർക്കാരിന്റെ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. അർഹരായ ഗ്രാമീണ നഗര കുടുംബങ്ങൾക്ക് അടിസ്ഥാന സൌകര്യങ്ങളുള്ള വീടുകൾ നിർമ്മിക്കാൻ സഹായം നൽകുന്നതിനായി 2015-16 മുതലാണ് കേന്ദ്ര സർക്കാർ പ്രധാൻമന്ത്രി ആവാസ് യോജന നടപ്പാക്കി വരുന്നത്. PMAY പ്രകാരം കഴിഞ്ഞ 10 വർഷത്തിനിടെ അർഹരായ പാവപ്പെട്ട കുടുംബങ്ങൾക്കായി മൊത്തം 4.21 കോടി വീടുകൾ നിർമ്മിച്ചു നൽകി. PMAYക്ക് കീഴിൽ 3 കോടി ഭവനങ്ങൾ കൂടി നിർമ്മിക്കാനുള്ള തീരുമാനം ഓരോ പൌരനും മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹ മാധ്യമമായ Xലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കേന്ദ്രമന്ത്രിസഭാ തീരുമാനം രാജ്യത്തെ പാർപ്പിട ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് സഹായകമാകും. PMAYയുടെ വിപുലീകരണം ഏവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്കും സാമൂഹ്യക്ഷേമത്തിനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത ഉയർത്തിക്കാട്ടുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ജൂൺ മാസത്തെ നികുതി ഇനത്തിൽ അധിക ഗഡുവായി 1,39,750 കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കാൻ കേന്ദ്ര ധനമന്ത്രാലയം തീരുമാനിച്ചു. വികസനവും മൂലധന ചെലവും ത്വരിതപ്പെടുത്താൻ ഇത് സഹായകമാകും. ഉത്തർപ്രദേശിനാണ് ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയിരിക്കുന്നത്, 25,000 കോടിയിലധികം രൂപ.
കേരളത്തിന് ഈ ഇനത്തിൽ 2690 കോടിയിലേറെ രൂപ ലഭിക്കും. ഇപ്പോൾ അനുവദിച്ച തുക ഉൾപ്പെടെ ഈ മാസം 10 വരെ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ച ആകെ തുക 2,79,500 കോടി രൂപയായി. 2024-25 ഇടക്കാല ബജറ്റിൽ സംസ്ഥാനങ്ങൾക്ക് നികുതി വിഭജനത്തിനായി 12,19,783 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഗസയിൽ സമ്പൂർണ്ണ വെടിനിർത്തലിനുള്ള പ്രമേയം UN രക്ഷാസമിതി അംഗീകരിച്ചു. സമ്പൂർണ്ണ സൈനിക പിന്മാറ്റവും ഗസയുടെ പുനർനിർമ്മാണവും ആവശ്യപ്പെടുന്നതാണ് പ്രമേയം. സുരക്ഷാ കൌൺസിലിലെ 15 അംഗങ്ങളിൽ 14 പേർ പ്രമേയത്തെ അനുകൂലിച്ചു. റഷ്യ വിട്ടുനിന്നു. ഇസ്രായേലും ഹമാസും എത്രയും വേഗം പ്രമേയത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്നാണ് നിർദ്ദേശം. ഇസ്രായേൽ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചതായും ഹമാസും ഈ തീരുമാനം പിന്തുടരണമെന്നും പ്രമേയത്തിൽ പറയുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാർ. നയതന്ത്ര ചർച്ചകൾ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സംഭാഷണങ്ങൾ എന്നിവയിലൂടെ തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കാനുള്ള പ്രതിജ്ഞാബദ്ധത ബ്രിക്സ് ആവർത്തിച്ചു. ഇന്നലെ റഷ്യയിൽ ചേർന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പ്രധാന ആഗോള പ്രാദേശിക പ്രശ്നങ്ങൾ ചർച്ചയായി. സിക്കിം മുഖ്യമന്ത്രിയായി SKM നേതാവ് പ്രേം സിംഗ് തമാങ് സത്യപ്രതിജ്ഞ ചെയ്തു. ഗാംഗ്ടോക്കിലെ പാൽജോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഒഡീഷയിൽ BJP സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. BJP നിയമസഭാ കക്ഷിയോഗം ഇന്ന് ഭുവനേശ്വറിൽ ചേരും. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി TDP അധ്യക്ഷൻ N. ചന്ദ്രബാബു നായിഡു നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. വിജയവാഡയിലെ ഗന്നവാരത്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മലാവിയുടെ വൈസ് പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന വിമാനം കാണാതായി. ഇന്നലെ തലസ്ഥാനമായ ലിലോങ്വേയിൽ നിന്ന് പുറപ്പെട്ടതിനു ശേഷം മലാവി പ്രതിരോധ സേനയുടെ വിമാനം റഡാറിൽ നിന്ന് മറഞ്ഞതായാണ് വിവരം. വൈസ് പ്രസിഡന്റും ഭാര്യയും 8 പേരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. വിമാനത്തിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഭരണ പ്രതിപക്ഷ പാർട്ടികൾക്ക് ആരോഗ്യകരമായ ജനാധിപത്യത്തിൽ തുല്യ പ്രാധാന്യമുണ്ടെന്ന് RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത്. അഭിപ്രായ സമന്വയത്തോടെയായിരിക്കണം രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ടു പോകേണ്ടതെന്ന് നാഗ്പൂരിലെ കാര്യകർത്താ വികാസ് പരിപാടിയെ അഭിസംബോധന ചെയ്യവെ അദ്ദേഹം പറഞ്ഞു. നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ മുഖമുദ്രയെന്നും ശ്രീ മോഹൻ ഭാഗവത് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം 2ാം ദിവസമായ ഇന്നും തുടരും. ഇന്നലെ 2024 കേരള പഞ്ചായത്തി രാജ് 2ാം ഭേദഗതി ബിൽ, 2024 കേരള മുനിസിപ്പാലിറ്റി 2ാം ഭേദഗതി ബിൽ എന്നിവ നിയമസഭ പാസാക്കി. പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് ബില്ലുകൾ പാസാക്കിയത്. ഇന്ത്യയുടെ സൌരദൌത്യം ആദിത്യ L1 ഭൌമകാന്തിക കൊടുങ്കാറ്റിനിടെ കഴിഞ്ഞ മാസം പകർത്തിയ സൂര്യന്റെ ചിത്രങ്ങൾ ISRO പുറത്തുവിട്ടു. ബഹിരാകാശത്തെ ലഗ്രാഞ്ച് പോയിന്റിൽ നിന്ന് സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ്, വിസിബിൾ എമിഷൻ ലൈൻ ക്രോണോഗ്രാഫ് എന്നീ റിമോട്ട് സെൻസിംഗ് പേലോഡുകളാണ് ചിത്രം പകർത്തിയത്. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ശക്തമായ കാറ്റിനും വ്യാപക മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശിനെ 4 റണ്ണിന് തോൽപ്പിച്ചു. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശിന് നിശ്ചിത ഓവറിൽ 109 റൺ എടുക്കാനേ സാധിച്ചുള്ളൂ. ഇന്ന് ന്യൂയോർക്കിൽ നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാൻ കാനഡയെ നേരിടും. അമേരിക്കയിൽ നടക്കുന്ന പോർട്ട്ലാൻഡ് ട്രാക്ക് ഫെസ്റ്റിവൽ ഹൈ പെർഫോമൻസ് അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യൻ താരം ഗുൽവീർ സിംഗിന് വെള്ളി മെഡൽ. പുരുഷന്മാരുടെ 5000 മീറ്റർ ഓട്ടത്തിലാണ് ഗുൽവീർ വെള്ളി നേടിയത്. മെഡൽ നേട്ടത്തോടൊപ്പം പുതിയ ദേശീയ റെക്കോർഡും കുറിച്ചു. 2024-25 അധ്യയന വർഷത്തെ സിലബസ്, പഠന സാമഗ്രികൾ, മാതൃകാ ചോദ്യപേപ്പറുകൾ എന്നിവ സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പരക്കുന്നതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് CBSE. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഇത്തരം സ്ഥിരീകരിക്കാത്ത വിവരങ്ങളിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വഞ്ചിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈജിപ്ത്, ഇറാൻ, UAE, സൌദി അറേബ്യ, എത്യോപ്യ എന്നീ രാജ്യങ്ങളുടെ ബ്രിക്സ് പ്രാതിനിധ്യത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തു. റഷ്യ ആതിഥേയത്വം വഹിച്ച സുപ്രധാന യോഗത്തിൽ ഈ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. 2023 ഈജിപ്ത്, ഇറാൻ, UAE, സൌദി അറേബ്യ, എത്യോപ്യ എന്നിവരെ ഉൾപ്പെടുത്തിയ ബ്രിക്സ് വിപുലീകരണത്തിന് ശേഷമുള്ള ആദ്യ മന്ത്രിതല യോഗമാണ് ഇന്നലെ നടന്നത്. സംസ്ഥാനത്ത് കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ സ്ഥാപിച്ചിട്ടുള്ള സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണം ഇന്ന് നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3ാം NDA മന്ത്രിസഭയിലെ കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകൾ പ്രഖ്യാപിച്ചു. രാജ്യരക്ഷാ മന്ത്രിയായി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രിയായി അമിത്ഷായും തുടരും. കേന്ദ്രമന്ത്രിസഭയിൽ വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായി അശ്വിനി വൈഷ്ണവും സഹമന്ത്രിയായി L. മുരുകനും.
പ്രധാൻമന്ത്രി ആവാസ് യോജനയിലൂടെ രാജ്യത്തെ 3 കോടി ഭവനങ്ങൾക്ക് നിർമ്മാണ സഹായം നൽകാൻ മൂന്നാം NDA സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. ജൂൺ മാസത്തെ നികുതി ഇനത്തിൽ സംസ്ഥാനങ്ങൾക്ക് അധിക ഗഡുവായി 1,39,750 കോടി രൂപയുടെ കേന്ദ്രസഹായം. കേരളത്തിന് 2,690 കോടി രൂപ. ഗസയിൽ സമ്പൂർണ്ണ വെടിനിർത്തലിനുള്ള പ്രമേയത്തിന് UN രക്ഷാസമിതിയുടെ അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ശക്തമായ കാറ്റിനും വ്യാപക മഴയ്ക്കും സാധ്യത. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.